70കളിലും 80കളിലുമൊക്കെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞ ഒരു വലിയ വാർത്തയായിരുന്നു ഡോളേഴ്സ് ഹാർട്ട് എന്ന 24-കാരിയായ ഹോളിവുഡ് താരം. ഹോളിവുഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആ യുവത്വം ഹോളിവുഡ് സിനിമ ഉപേക്ഷിച്ച് കർമ്മലീത്ത സന്യാസി സമൂഹത്തിൽ ചേർന്നത്. അന്ന് പലരും അഭിപ്രായങ്ങൾ ഇന്റർവ്യൂവിലൂടെ പറഞ്ഞു, ഈ ചെറുപ്രായത്തിൽ അങ്ങനെ പല ഇളക്കങ്ങളും തോന്നും. കയറി ചെന്ന് കഴിയുമ്പോൾ ദുരവസ്ഥ മനസ്സിലാക്കി വീണ്ടും സിനിമയിലേക്ക്, ഈ പ്രശസ്തിയിലേക്ക്, ഈ ആഡംബരത്തിലേക്ക്, ഈ ജീവിതത്തിന്റെ മനോഹാരിതയിലേക്ക് തിരിച്ചു വരും. താരങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. റെജീന ലോഡസ് കാർമലൈറ്റ് മൊണസ്ട്രിയിലാണ് അവൾ ചേർന്നത്. വർഷങ്ങൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. തിളക്കമാർന്ന 38 വർഷത്തിന്റെ സന്യാസ ജീവിതത്തിന്റെ അവസാനം 38ാമത്തെ വർഷം അവളെ തേടിയെത്തുന്നത് ആ സന്യാസിനി സമൂഹത്തിന്റെ മഠാധിപതിയായി അവളുടെ തിളക്കമാർന്ന ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ട് സഭ അവളെ നിയമിക്കുന്ന വാർത്തയാണ് ലോകം കേട്ടത്. ഹോളിവുഡിൽ അവൾ എപ്രകാരം പ്രസരിപ്പോടെ സമൂഹത്തിൽ ഇടപെട്ടോ അതുപോലെ തന്നെ സന്യാസിനി ജീവിതത്തിൽ അവൾ ദൈവജനത്തിനും ലോകത്തിനും സുവിശേഷത്തിന്റെ സാന്നിധ്യമാകാനുള്ള നിറചാരുതയോടെ അവൾ സഞ്ചരിച്ചു എന്നത് മാധ്യമങ്ങൾ വീണ്ടും ആപസായപ്പോൾ, മഠാധിപതിയായപ്പോൾ അവളുടെ ജീവിതത്തെ കുറിച്ച് വീണ്ടും തുറന്നെഴുതി. 2001 അവൾ ആപസായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ 87ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ പട്രീഷ്യ ഹിൽട്ടൺ എന്ന സിനിമാ താരം, അവര് ജീവിതത്തിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൽ വിശ്വാസമില്ലാതിരുന്ന സാധാരണ ജീവിതം നയിച്ചവർ കർത്താവിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് സാക്ഷ്യ ജീവിതം, പ്രൊലൈഫ് ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്നത് ലോകം കാണുന്നു. ഇവർ രണ്ടുപേരും സ്ത്രീകളാണെങ്കിൽ ആൻഗസ്റ്റി ജോൺസ് എന്ന സിനിമാ നടൻ, പ്രശസ്തനായ അദ്ദേഹം തന്റെ കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ സിനിമാ ഫീൽഡ് വിട്ട് യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗാരി കൂപ്പർ എന്ന ഹോളിവുഡിലെ സൂപ്പർ താരം വിശ്വാസ ജീവിതത്തിന്റെ പാകപ്പിഴകളിൽ നിന്നും, എന്ന് പറഞ്ഞാൽ അവിശ്വാസ മേഖലകളിൽ നിന്നും വിശ്വാസത്തിന്റെ തീഷ്ണമായ ജീവിത സാക്ഷ്യത്തിലേക്ക് പോകുന്നത് നമ്മൾ ചരിത്രത്തിലൂടെ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ. അവർ യേശുവിനെ അനുഗമിച്ചു, യേശുവിനെ അനുഭവിച്ചു. തുടർന്ന് ആ അനുഭവത്തിൽ നിന്ന് അവർക്ക് ലോകത്തിലേക്ക് ആ യേശുവിനെ നൽകാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധം അവരുടെ ജീവിതത്തെ യേശുവിന്റെ സ്നേഹം പിടിച്ചുലച്ചു എന്നതാണ് വാസ്തവം. ഇന്ന് സുവിശേഷം നമ്മൾ കാണുന്ന കാര്യം സക്കേവൂസ് എന്ന വ്യക്തിയാണ്. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം പോലും ശുദ്ധൻ എന്നാണ്. പക്ഷെ ജീവിതം കൊണ്ട് നമുക്കറിയാം, ജീവിതം കൊണ്ട് പിടിച്ചുപറിക്കാനാണ്, ഫലത്തിൽ അദ്ദേഹം പിടിച്ചുപറിക്കാരനാണ്. പേര് ശുദ്ധൻ എന്നാണ്. എന്നാൽ സാവധാനം ഈ പിടിച്ചുപറി ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്റെ ജീവിതത്തിൽ വന്ന് അണയുന്ന അസ്വസ്ഥതകളുടെയും അരാജകത്തിന്റെയും കുടുംബത്തിലെ സമാധാനക്കേടിന്റെയും ജീവിതത്തിലെ വല്ലാത്ത ശൂന്യതാബോധത്തിന്റെയും ഒക്കെ കാരണം തന്നിലൊരു ദൈവ സാന്നിധ്യം ഇല്ലാത്തതാണോ എന്ന തിരിച്ചറിവും തന്റെ കൂടെയുള്ളവർ പോലും യേശുവിനെ അനുഗമിച്ചുകൊണ്ട് യേശുവിന്റെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് ഉയർന്ന് അവനോടൊപ്പം സഞ്ചരിക്കുന്നത് കാണുമ്പോൾ യേശുവിനെ അനുഗമിക്കുവാനുള്ള ആഗ്രഹം അവനിൽ നിറയുകയും തുടർന്ന് അതിനുവേണ്ടി എന്ത് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു സക്കേവൂസിനെയാണ് നമ്മൾ കാണുന്നത്. മരത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. ഇന്ന് സൂപ്പർ സ്റ്റാറുകളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളോ ഒരു ടൗണിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബലിയെടുക്ക ടൗണിൽ ഏതെങ്കിലും ഒരു പ്രശസ്തനായ വ്യക്തി വന്നു കഴിഞ്ഞാൽ 2ാം നിലയിലും 3ാം നിലയിലും ഒക്കെ വലിഞ്ഞു കയറുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അന്ന് ആ സ്ഥലത്ത് വൃക്ഷങ്ങളായതുകൊണ്ട് വൃക്ഷത്തിൽ കയറി എന്നേ ഉള്ളൂ. വൃക്ഷത്തിൽ കയറിയതിന്റെ കാരണം എന്താ? യേശുവിനെ കാണണമെന്ന അതിയായ മോഹം. അവിടെ സംഭവിച്ചത് യേശുവിന്റെ ചാരത്തേക്ക് അവൻ ഊർന്നിറങ്ങുവാൻ ഈശോ അവനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ,
ഈ വലിയ നോമ്പിന്റെ ആദ്യ ഞായറാഴ്ച ഒരിക്കൽ കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ജീവിതത്തിൽ ഈശോ അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് ഈ സുവിശേഷത്തിലൂടെ കാണാൻ പറ്റുക. ഒന്ന്, യേശുവിനെ അനുഭവിക്കണമെങ്കിൽ ആദ്യം അതിയായ ഒരു ആഗ്രഹം സാവധാനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വളർന്നു വരണം. അതുകൊണ്ട് യേശുവിനെ കാണണമെന്ന ഒരു ആഗ്രഹം നമ്മിൽ ഉണ്ടാവുക എന്നതാണ് ആദ്യത്തെ കാര്യം. യേശുവിനെ കാണണമെന്ന ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനുള്ള സാധ്യതകൾ ദൈവം ക്രമീകരിക്കും. ചിലപ്പോൾ അത് ധ്യാന കേന്ദ്രത്തിലായിരിക്കും, ചിലപ്പോൾ അത് കൺവെൻഷനിലായിരിക്കും, ചിലപ്പോൾ ദേവാലയത്തിൽ തന്നെ നമ്മുടെ ഇടവകപ്പള്ളിയിലെ ശുശ്രൂഷകളിലായിരിക്കും. ദൈവം ക്രമീകരിക്കുമ്പോൾ മറിച്ചാലോചിക്കാതെ, കൃപ നഷ്ടപ്പെടുത്താതെ ആ സാഹചര്യങ്ങൾ വിനിയോഗിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അസാധ്യതകളില്ല. യേശുവിന്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തുറന്നു പറയാൻ, യേശുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, യേശുവിന്റെ കണ്ണിൽ നിന്ന്, കർത്താവിന്റെ കണ്ണിൽ നിന്നുകൊണ്ട് തന്റെ ജീവിതത്തെ, കുറവുകളെ ഒന്ന് ഏറ്റുപറയാൻ, പിടിച്ചു പറിച്ചതിന്റെ 4 ഇരട്ടി ഞാൻ പലിശ സഹിതം കൊടുക്കുന്നു എന്ന് ഏറ്റുപറയാൻ ശ്രമിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. 4, ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവനോട് ഈശോ പറയും, നീ മാത്രമല്ല നിന്റെ കൂടെയുള്ളവരും രക്ഷ പ്രാപിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിലൂടെ വായിച്ചു, സ്വർണത്തിന്റെയോ ധനത്തിന്റെയോ പിന്നാലെ പോകാതെ, അത് മോശമാണെന്നല്ല, മറിച്ച് ദൈവത്തെ മാറ്റി നിർത്തി അതിന്റെ പിന്നാലെ പോകുന്ന ഒരു ജീവിതമായി. അധമ മാർഗങ്ങളിലൂടെ, ലേഖനത്തിൽ നമ്മൾ കേട്ടു, അധമ മാർഗങ്ങളിലൂടെ നമ്മൾ പോയി ദൈവത്തെ മാറ്റി നിർത്തി അധമ മാർഗങ്ങളിലൂടെ ചരിച്ചാൽ അവന് കൈമോശം വരുന്നതാവട്ടെ, അവന് മാത്രമല്ല അവന്റെ കുടുംബത്തിന്റെ രക്ഷ പോലും കൈമോശം വരുമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുമ്പോൾ ഈ 1-ാം ഞായറാഴ്ച നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി കർത്തൃകരങ്ങളിലേക്ക് ആദരവോടെ സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.